നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ, നമ്മുടെ നിയമപരമായ കാര്യങ്ങൾ ഗവൺമെൻറ്, എസ്പെഷ്യലി ഗവൺമെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റാരുമായിട്ട് ഡീൽ ചെയ്താലും നിയമപരമായിട്ടുള്ള കൊടുക്കാനുള്ള ടാക്സുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരിക്കലും ഇതൊരു ചിലവാണ് എന്നുള്ള രീതിയിൽ കാണരുത്. ഇത് നമ്മുടെ ഒരു പ്രിവിലേജാണ്. നമ്മൾ ബിസിനസ് ചെയ്ത് സൊസൈറ്റിക്ക് കൊടുക്കണു എന്നുള്ള കാര്യത്തിൽ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും കാണാറുള്ള പോലെ ടാക്സ് ഇവേഡ് ചെയ്യാൻ എന്താണ് വഴി, അത് ഒഴിവാക്കി കിട്ടാൻ എന്താണ് വഴി എന്നുള്ള തിങ്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളൊന്നും വളർന്നിട്ടില്ല. ഇത് ഒരു നഗ്ന സത്യമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ ഉള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. ടാക്സ് കൊടുക്കലും മാത്രമല്ല, എല്ലാ നിയമങ്ങളും. നമ്മളൊരു സ്ഥലത്തൊരു ബിസിനസ് ചെയ്യുമ്പോൾ, ഒരു രാജ്യത്തൊരു ബിസിനസ് ചെയ്യുമ്പോൾ പല നിയമങ്ങളും നമുക്ക് അനുകൂലമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നിയമങ്ങൾ. അത് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, അത് എന്തിനാണെന്ന് തോന്നും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ പാലിക്കാൻ നോക്കണം. നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്യും. നമ്മൾ പുറത്ത് പോയി ഒരു ബിസിനസ് ചെയ്താൽ, ഗൾഫ് കൺട്രീസിൽ ഏത് കൺട്രീസിൽ പോയി ബിസിനസ് ചെയ്താൽ അവിടെ നിയമങ്ങൾ പാലിക്കാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇവിടെ എന്തിനാണ് പിന്നെ ഇതിനെപ്പറ്റി ശ്രമിക്കുന്നത്? പക്ഷേ അങ്ങനെ ഒരിക്കലും ഈ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളിലേക്കുള്ള ഇത് പോകരുത്, ആ ശ്രദ്ധ പോകരുത്. അത് അതിൻ്റെ ഉടമസ്ഥൻ നിർബന്ധമായും അവരുടെ എംപ്ലോയീസിനോട് പറഞ്ഞിരിക്കണം. കറക്റ്റ് സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് അടയ്ക്കുക, നിയമങ്ങളെല്ലാം വാട്സാറ്റ് പാലിക്കുക, ലൈസൻസുകൾ എടുക്കുക, അത് റിന്യൂ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് വെച്ചാൽ ആ കമ്പനിയുടെ സ്റ്റാറ്റസ്, അതിൻ്റെ ഇമേജ് തന്നെ പബ്ലിക്കിലും ഗവൺമെൻറ് ഏജൻസികളിലും എല്ലാം അത് വളരെ നന്നായിട്ട് വരും.